സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മത്സര ചിത്രമായി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചു. തളിപ്പറമ്പിലെ കോൺഗ്രസ് വിമതൻ കൊയ്യം ജനാർദ്ദനൻ പത്രിക പിൻവലിച്ചില്ല. കുട്ടനാട്ടിലെ വിമത സ്ഥാനാർത്ഥിയായ സജി ജോസഫ് പത്രിക പിൻവലിച്ചത് UDFന് ആശ്വാസമായി. എലത്തൂരിൽ NCP അജിത് പവാർ വിഭാഗം സ്ഥാനാർത്ഥി PK ശശീന്ദ്രന് ക്ലോക്ക് ചിഹ്നം ലഭിച്ചു. പയ്യന്നൂരിലെ UDF സ്ഥാനാർത്ഥി V കുഞ്ഞികൃഷ്ണന് ഇലക്ട്രിക് പോസ്റ്റാണ് ചിഹ്നം. തിരുവനന്തപുരം മണ്ഡലത്തിൽ LDF UDF സ്ഥാനാർത്ഥികളുടെ ആഭരന്മാർ പിന്മാറി. അമ്പലപ്പുഴയിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന G സുധാകരന് തെങ്ങിൻതോപ്പും ബേപ്പൂരിൽ PV അൻവറിന് ഗ്യാസ് സിലിണ്ടറുമാണ് ചിഹ്നം. കേരളത്തിലെ 3 മേഖലകളിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടേഴ്സ് ഇപ്പോൾ തത്സമയം ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് സെയ്ഫ് സൈനലാബ്ദീൻ, കൊച്ചിയിൽ നിന്ന് സിബി ജോസഫ്, കോഴിക്കോട് നിന്ന് മുഹമ്മദ് അസ്ലം. ആദ്യം സെയ്ഫിലേക്കാണ്. സെയ്ഫ്, തിരുവനന്തപുരം മണ്ഡലത്തിലെ അപര സ്ഥാനാർത്ഥികൾ പിന്മാറി. അതുകൂടാതെ ആ മേഖലയിൽ പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ ഇന്ന് അപ്രതീക്ഷിതമായ പിൻവലിക്കലോ മറ്റോ ഉണ്ടായോ? സ്ഥാനാർത്ഥികൾക്കൊക്കെ പ്രതീക്ഷിച്ച ചിഹ്നം കിട്ടിയോ? സ്ഥാനാർത്ഥികൾക്കെല്ലാം മിക്ക സ്ഥാനാർത്ഥികൾക്കും പ്രതീക്ഷിച്ച ചിഹ്നം തന്നെയാണ് കിട്ടിയത്. തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി സുധീർ കരമനയ്ക്ക് ക്യാമറ തന്നെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ആവശ്യപ്പെട്ടത് ക്യാമറ തന്നെയാണ്. അദ്ദേഹം സിനിമാ നടനാണ്, അതുകൊണ്ട് ക്യാമറ വേണം എന്ന ആഗ്രഹം അദ്ദേഹം നേരത്തെ തന്നെ പ്രകടിപ്പിച്ചിരുന്നു. എന്തായാലും ആ ചിഹ്നം തന്നെ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അപര സ്ഥാനാർത്ഥികൾ എല്ലാം അതേ നിലയിൽ തന്നെയുണ്ട്. അത് തിരുവനന്തപുരത്ത് ശിവകുമാർ, അരുവിക്കരയിൽ ശിവകുമാറിന്റെ അതേ VS ശിവകുമാർ എന്ന പേരിൽ തന്നെ ഒരു അപര സ്ഥാനാർത്ഥിയുണ്ട്. സ്റ്റീഫന് അപര സ്ഥാനാർത്ഥിയുണ്ട്. തിരുവനന്തപുരം മണ്ഡലത്തിൽ ചില മണ്ഡലങ്ങളിൽ മാത്രമാണ് അപര സ്ഥാനാർത്ഥികളുള്ളത്. കൊല്ലത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കൊല്ലം മണ്ഡലത്തിലും ചില മണ്ഡലങ്ങളിൽ അപര സ്ഥാനാർത്ഥികളെ കാണാൻ കഴിയുന്നുണ്ട്. അവരാരും പിൻവലിച്ചിട്ടില്ല. എന്തായാലും തെരഞ്ഞെടുപ്പ് പത്തനംതിട്ടയിൽ സമാനമായ രീതിയിൽ തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഇവർക്കെല്ലാം സ്വതന്ത്രന്മാരായി മത്സരിക്കുന്നവർക്കെല്ലാം ചിഹ്നം അനുവദിച്ചിട്ടുണ്ട്. ഓരോ ചിഹ്നവും അവരുടെ പേരെഴുതി ബോർഡുകളിൽ മറ്റും അവരുടെ പേര് മാത്രമാണ് എഴുതിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ചിഹ്നം വരച്ച് തുടങ്ങണം. കാരണം ചിഹ്നം അനുവദിച്ചിട്ട് കുറച്ച് സമയമാവുന്നുള്ളൂ. അതുകൊണ്ട് ചിഹ്നം വരച്ച് തുടങ്ങുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികളുടെ കൂടെയുള്ള അണികളെല്ലാവരും ഉള്ളത്. അങ്ങനെ തെക്കൻ കേരളത്തിൽ അതിന്റെ ചൂടിലേക്ക് എത്ര സ്ഥാനാർത്ഥികളുണ്ട് എന്ന ഒരു അന്തിമ ചിത്രം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു അന്തിമ കണക്ക് എന്തായാലും ഉടനെ തന്നെ പുറത്തു വരും. അതിന്റെ ഒരു ചൂടിലേക്ക്, തെരഞ്ഞെടുപ്പ് രംഗത്തിന്റെ ഒരു ചൂടിലേക്ക് എത്തിച്ചേരുകയാണ്. 2 ആഴ്ച കാലം മാത്രമാണ് പരസ്യ പ്രചരണത്തിന് ബാക്കിയുള്ളത്. ഇതിനിടയിൽ തെക്കൻ കേരളത്തിൽ ഇന്നിപ്പോ താരപ്രചാരകരുടെ ഒരു കൂട്ടം തന്നെയുണ്ട്. വരും ദിവസങ്ങളിൽ മറ്റു ജില്ലകളിലേക്ക് അവർ പോവുകയും ചെയ്യും. മഹേഷ്, ഓക്കെ, അതാണ് സുധീർ കരമനയ്ക്ക് അവിടെ ക്യാമറയാണ്. ക്ലിക്ക് ആകുമോ ക്യാമറ തിരുവനന്തപുരത്ത് സുധീർ കരമനയുടേത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ വളരെ പെട്ടെന്ന് കൊച്ചിയിലേക്ക് പോവുകയാണ്. സിബി ജോസഫ് അവിടെ ചേരുകയാണ്. കൊച്ചി എന്ന് പറയുമ്പോൾ മധ്യ കേരളത്തിൽ നമുക്കറിയാം അമ്പലപ്പുഴയിൽ G സുധാകരന് തെങ്ങിൻതോപ്പാണ്. ഒപ്പം തന്നെ അവിടെ കുട്ടനാട്ടിലെ സ്ഥാനാർത്ഥി അവിടുത്തെ വിമത സ്ഥാനാർത്ഥി പിന്മാറിയത് UDFന് ആശ്വാസം പകരുന്നുണ്ട്. അതുകൂടാതെ തൃശ്ശൂരിലും ഇടുക്കിയിലും കോട്ടയത്തും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് പുതിയ അപ്ഡേറ്റുകൾ എന്തെങ്കിലും ഉണ്ടോ? സ്ഥാനാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച ചിഹ്നം കിട്ടാതെ പോയ സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ടാവും. മഹേഷ്, എന്തായാലും വലിയ മാറ്റമില്ല എന്ന് പറയാം. എന്തായാലും G സുധാകരൻ തെങ്ങിൻതോപ്പ് ചിഹ്നമായി ലഭിച്ചിട്ടുണ്ട്. മറ്റുള്ള ഈ അപരന്മാരുടെ കാര്യത്തിലെല്ലാം തന്നെ കൃത്യമായ വിവരങ്ങൾ വരുന്നതേ ഉള്ളൂ. എറണാകുളം ജില്ലയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനും അതോടൊപ്പം തന്നെ തൃപ്പൂണിത്തുറയിലെ KN ഉണ്ണികൃഷ്ണനും കൂടാതെ പിറവത്തെ LDF സ്ഥാനാർത്ഥിയായ സാബുവിനൊക്കെ അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട UDFന്റെയും LDFന്റെയും ഷിബു തെക്കുംപുറം കോതമംഗലത്ത് അടക്കമുള്ള ആളുകൾക്കൊക്കെ അപരന്മാരുണ്ടായിരുന്നു. ഈ അപരന്മാരെ കാണാനില്ല എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത്. ഇവരെല്ലാം തന്നെയും കണ്ടെത്തി ഇത് പരിഹരിക്കാനുള്ള നീക്കത്തിലായിരുന്നു. എന്തായാലും ഇനി ഇപ്പോഴും കൃത്യമായ ഒരു വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഈ അപരന്മാരെല്ലാം തന്നെയും പിൻവലിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഈ അപരന്മാർ എറണാകുളം ജില്ലയിലും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് കുട്ടനാട് അടക്കം അപരന്മാരെ ഇത്തരത്തിൽ പിൻവലിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. മറ്റിടങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ അപരന്മാർ പൂർണ്ണമായും മാറിയിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ നമുക്ക് വരും മണിക്കൂറുകൾ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. എന്തായാലും മത്സര ചിത്രം ഏകദേശം വ്യക്തമായി കഴിഞ്ഞു. വലിയ ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് മാറിയിരിക്കുന്നു. മാത്രമല്ല ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ എറണാകുളം ജില്ലയിൽ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അദ്ദേഹം വൈപ്പിൻ മണ്ഡലത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പ് അദ്ദേഹം തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ സംസാരിച്ചു. അതുകൂടാതെ അദ്ദേഹം രാവിലെ കോതമംഗലത്ത് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് പര്യടനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇന്ന് കളമശ്ശേരിയിലും അതിനുശേഷമുണ്ട്. അങ്ങനെ എറണാകുളം ജില്ലയിൽ ഇന്ന് അദ്ദേഹം പര്യടനവുമായി മുന്നോട്ട് പോവുകയാണ്. നാളെ തൃശ്ശൂർ ജില്ലയിൽ അദ്ദേഹം അതാണ് മുഖ്യമന്ത്രിയുണ്ട്. ഇന്ന് മധ്യ കേരളത്തിലുണ്ട്, കൊച്ചിയിലുണ്ട്, നാളെ തിരുവനന്തപുരത്തേക്ക് പോകും. ഒപ്പം തന്നെ അവിടെയുള്ള വിവരങ്ങളാണ് സിബി ജോസഫ് പങ്കുവച്ചത്. നമ്മൾ നേരെ മലബാറിലേക്ക് എത്തുകയാണ്. മുഹമ്മദ് അസ്ലം ചേരുകയാണ്. അസ്ലം, 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, AK ശശീന്ദ്രന് സമയം നന്നാകുമോ? അദ്ദേഹത്തിന് ക്ലോക്ക് ലഭിച്ചില്ല എന്നുള്ളത്. ഒപ്പം കൊയ്യം ജനാർദ്ദനന് പത്രിക പിൻവലിച്ചില്ല എന്നുള്ളത് തളിപ്പറമ്പിൽ അത് വലിയ തലവേദനയാണോ UDFനെ സംബന്ധിച്ചിടത്തോളം?
മലബാറിനെ കുറിച്ച് അല്ലെങ്കിൽ വടക്കൻ കേരളത്തെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മഞ്ചേശ്വരം തന്നെയാണ്. മഞ്ചേശ്വരത്ത് എ.കെ.എം. അഷ്റഫിനെ ഒരു വിമതനായി തന്നെ മത്സരിക്കാൻ കഴിയുമായിരുന്ന കെ.എം. അഷ്റഫ് SDPയുടെ സ്ഥാനാർത്ഥി പിൻവലിച്ചു എന്നുള്ളതാണ് അവസാന മത്സര ചിത്രം തെളിയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് SDPയുടെ തന്നെ സംഘടനാപരമായ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് അവർ അത് പിൻവലിച്ചത്. ചെറിയ ആഭ്യന്തര പ്രശ്നം അവർക്കിടയിൽ ഉണ്ടാക്കിയെങ്കിൽ പോലും UDFിനെ സംബന്ധിച്ചോളം അത് ഗുണകരമാണ്. അതിൽ ഡീൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട് കെ സുരേന്ദ്രൻ രംഗത്ത് വരികയും ചെയ്തു. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് തളിപ്പറമ്പിലെ കൊയ്യം ജനാർദ്ദൻ എന്ന് പറയുന്ന വിമതനെ പിൻവലിപ്പിക്കാൻ UDFിന് കഴിഞ്ഞിട്ടില്ല. തളിപ്പറമ്പിൽ ഒരുപക്ഷെ TK ഗോവിന്ദൻ മത്സരത്തിലൂടെ വളരെ ശ്രദ്ധേയമായ ശ്യാമള മത്സരത്തിലൂടെ ശ്രദ്ധേയമായ അവിടെ UDFിന് തലവേദനയായി വിമതന ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിന് ടെലിവിഷൻ ചിഹ്നം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. കോഴിക്കോടേക്ക് വരികയാണെങ്കിൽ മുഹമ്മദ് റിയാസിന്റെ PV അൻവറിന്റെ അപരന്മാർ പിൻവലിച്ചില്ല. PV അൻവറിന് 4 അപരനും റിയാസിന് 1 അപരനും ഉണ്ട്. അതിൽ PV അൻവറിന് ഗ്യാസ് കുറ്റിയാണ്, ഇപ്പോൾ ഗ്യാസ് സിലിണ്ടറാണ് ചിഹ്നമായി അനുവദിച്ചിരിക്കുന്നത്. AK ശശീന്ദ്രന്റെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ 3 തവണ അദ്ദേഹം മത്സരിച്ചപ്പോഴും NCPയുടെ ചിഹ്നമായ ക്ലോക്കായിരുന്നു. അതേസമയം ഇത്തവണ NCP അജിത് പവാർ പക്ഷത്തിന്റെ ഒരു PK ശശീന്ദ്രൻ, സമാനമായ പേരുള്ള അപരൻ എന്ന അർത്ഥത്തിൽ തന്നെ പറയാൻ കഴിയുന്ന PK ശശീന്ദ്രൻ ക്ലോക്കുമായി പോയിട്ടുണ്ട്. അതായത് എന്ന് പറഞ്ഞാൽ PK ശശീന്ദ്രൻ എന്ന പേരിൽ ക്ലോക്ക് ചിഹ്നത്തിൽ വേറൊരാളുണ്ടാവും. അത് എത്രത്തോളം തലവേദന സൃഷ്ടിക്കും, എത്രത്തോളം വോട്ടുകൾ മാറ്റും എന്നുള്ളത് AK ശശീന്ദ്രന്റെ സമയത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അഹമ്മദ് ദേവർകോവിൽ നേരത്തെ ഗ്ലാസ് ചിഹ്നത്തിലാണ് INLAർക്ക് മത്സരിച്ചിരുന്നത്. ഇത്തവണ ഗ്ലാസ് കിട്ടിയില്ല. പക്ഷേ കുറച്ചുകൂടെ വലിയൊരു ബക്കറ്റാണ് അവർക്ക്, വലിയൊരു ചിഹ്നം എന്ന അർത്ഥത്തിൽ ബക്കറ്റാണ് കിട്ടിയിരിക്കുന്നത്. അത് PT റഹീം, കൊടുവള്ളിയിലെ സലീം അടവൂരിനും കുന്നമംഗലത്തെ PT റഹീമിനും ഈ ബക്കറ്റാണ് അനുവദിച്ചിരിക്കുന്നത്. KK രമയ്ക്ക് സാധാരണഗതിയിൽ പന്താണ്, ഫുട്ബോളാണ് കിട്ടുന്നത്. അതേസമയം ഇത്തവണ അത് ടെലിവിഷനാണ് കിട്ടിയിരിക്കുന്നത്. അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നു അവർ പറഞ്ഞിട്ടുണ്ട്. അതേസമയം അതിൽ മാറ്റം വരുത്താനുള്ള സാധ്യത വളരെ കുറവാണ്. മറ്റൊന്നെന്ന് പറയുന്നത് കുഞ്ഞികൃഷ്ണനാണ്. വയന്നൂരിലെ കുഞ്ഞികൃഷ്ണനെ വൈദ്യുതി ടൂണാണ്. കൃഷ്ണൻ പാലക്കാടേക്ക് പോവുകയാണെങ്കിൽ NMR റസാക്കിന് ആപ്പിൾ എന്നായിരുന്നു ആദ്യത്തെ പേര്. അതേസമയം തന്നെ കുടം ചിഹ്നമാണ് അനുവദിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ PK ശശിക്ക് സുധാകരനെ പോലെ തന്നെ LDF നിന്ന് പുറത്തുനിന്ന് PK ശശിക്കും തെങ്ങിൻ തോപ്പാണ് അനുവദിച്ചിരിക്കുന്നത്. കോട്ടക്കൽ, മലപ്പുറത്താണെങ്കിൽ കോട്ടക്കൽ, തിരൂർ മണ്ഡലങ്ങളിൽ നോമിനേഷൻ നൽകിയിരുന്ന LDFിന് വിമതനായി മത്സരിക്കുന്നു പറഞ്ഞ എന്നെ മുഹമ്മദ് കുട്ടി അദ്ദേഹം എന്തായാലും മത്സരരംഗത്ത് നിന്ന് പിന്മാറിയിട്ടുള്ളതാണ് മലപ്പുറത്തിന്റെ പൊതുവായ ചിത്രം. അതാണ് മലബാറിലെ ആകെ ചിത്രമാണ് മുഹമ്മദ് അസ്ലം പങ്കുവച്ചത്.